ഓം ശാന്തി. ശനിദശ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്. എല്ലാവരുടെയും വിചാരം എല്ലാം നഷ്ടപ്പെടുത്തുന്നൊരു ഗ്രഹമാണ് ശനി എന്നാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കെല്ലാം നേടിത്തരുന്ന ആളും ശനി തന്നെയാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം ഒരാൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലം ഭഗവാൻ തരാതിരിക്കില്ല. ശനിദശ എന്ന് വെച്ചാൽ എന്താ? മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ എന്തോ ഒരു നെഗറ്റീവായിരിക്കുന്ന കർമ്മം നമ്മുടെ അടുത്തേക്ക് ആക്റ്റീവായിട്ട് വരുന്ന സമയമാണ് ശനിദശ. ഉദാഹരണം പറഞ്ഞാൽ, ലൈഫിൽ ഒരു 10,000 രൂപ കടം വന്നു പോയാൽ ആ കടം തീർക്കണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്ത് എക്സ്ട്രാ ധനമുണ്ടാക്കിക്കൊണ്ട് ആ ഒരു കടത്തിൽ നിന്ന് അതിജീവിക്കും പോലെ നമ്മുടെ ജീവിതത്തിൽ കർമ്മത്തിൻ്റെ കടം ആക്റ്റീവായ സമയമാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടിക്കൊണ്ട് കൂടുതൽ സാധന, ഹാർഡ് വർക്കിംഗ് മാക്സിമം നമ്മൾ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ സാധന മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെടുത്താതെ, നിരാശ മനസ്സിലേക്ക് വരുത്താതെ, ഈ സമയമൊക്കെ എനിക്ക് ഒന്നിച്ച് ഫലം തരും എന്ന വിശ്വാസത്തോടു കൂടിക്കൊണ്ട് നിരന്തരമായി ഹാർഡ് വർക്ക് ചെയ്യൂ. പ്രഭാതത്തിൽ എഴുന്നേറ്റ്, ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ഭഗവാനെ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുക. ഓരോ കർമ്മത്തിലും ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഈവൻ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യം, ആഹാരം കഴിക്കുക. നമുക്ക് കഴിക്കുക അല്ലേ? ഒരു കൂടെ ഒന്നിച്ചൊരാളുണ്ടെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കില്ലേ? അതേപോലെ, എന്നാൽ ബാബ നമുക്ക് കഴിക്കുക അല്ലേ? എന്നാൽ ബാബ ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ, എന്നാൽ ബാബ നമുക്കിത് ചെയ്യല്ലേ? ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതിങ്ങനെയാക്കാലോ ഇങ്ങനെയാക്കാലോ ഇങ്ങനെയാക്കാലോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മീൻസ് നമ്മൾ ഫീൽ ചെയ്യാണ് ഈ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരു ദശയുടെ അപഹാരത്തിനും നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു റെമഡി കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ശ്രമിച്ചു നോക്കണം. ഒരു ലോഹപാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കറുത്ത എള്ളിട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ എള്ളെണ്ണേനെ ഒരു കുപ്പിയിലാക്കിയിട്ട് നടുവിൽ വെച്ച് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ചുമരിനോട് ചേർന്നതിനെ വെച്ചേക്കൂ. നിങ്ങൾക്ക് ശനിദശയുടെ അപഹാരത്തിന് കുറവുണ്ടാവാനുള്ള, ഇത് ലാൽ കിതാബിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു റെമഡിയാണ്. പക്ഷേ ഒപ്പം നിങ്ങളുടെ കർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സുകൊണ്ട് പ്രസൻസ് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കൂ. ശിവൻ കൂടെ ഉണ്ടെങ്കിൽ, ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ശനി പോകുമ്പോൾ സൂര്യോദയം കൊണ്ടുവരും. മീൻസ് ഒരു പക്ഷേ ചില മാസങ്ങൾ, ചില സമയങ്ങൾ നിങ്ങൾക്ക് കഷ്ടപ്പാടിൽ കടന്നു പോണ്ടി വന്നാലും ആ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഫലം ഒന്നിച്ച് തന്നുകൊണ്ട്, വലിയ സൗഭാഗ്യം തന്നുകൊണ്ട് നിങ്ങളുടെ കാലം കടന്നു പോകും. അതുകൊണ്ട് പേടിക്കല്ല വേണ്ടേ. ഇത് സൗഭാഗ്യം തരാൻ വേണ്ടിക്കൊണ്ടുള്ള സമയമാണ്, ഹാർഡ് വർക്കിൻ്റെ സമയമാണ്. എനിക്ക് എൻ്റെ അച്ചീവ്മെൻറ്റ്സിന് തയ്യാറെടുപ്പാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ദശേനയും പേടിക്കേണ്ട കാര്യം വരെയില്ല. ഓം ശാന്തി.